Welcome back to Sanvis Taste World. This Undempori നമ്മൾ കൂടുതലും ചായക്കടയിൽ നിന്നാണ് കഴിച്ചിട്ടുള്ളത് അല്ലേ? എന്നാൽ ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഈ ഉണ്ടംപൊരി നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. റെസിപ്പി നോക്കാം. ഒരു 2 പീസ് ശർക്കര 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ അടുപ്പിൽ വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് ചേർക്കുകയാണ്. ഇത് 250 ml കപ്പാണ്. ഏകദേശം 1 ഗ്ലാസ് അളവുണ്ടാവും. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടെ ചേർക്കുകയാണ്. ഞാൻ ഇവിടെ പുട്ടിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അതിൻ്റെ പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടെ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം ചുക്ക് പൊടി ഉണ്ടെങ്കിൽ ഒരു നുള്ളു ചുക്ക് പൊടി ചേർത്താലും മതി. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ജീരകം ചതക്കാതെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഏലക്കായും ചുക്കും പൊടി ഉണ്ടെങ്കിൽ ഓരോന്നുള്ളി ചേർത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ബേക്കിംഗ് സോഡയും കൂടുതൽ ചേർക്കണമെന്നില്ല, വെറും 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 2 പഴം ഒന്ന് ഉടച്ച് ചേർക്കണം. പാളയംകോടൻ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ മൈസൂർ പഴം നന്നായി പഴുത്ത പഴമാണ് നല്ലത്. കുറച്ച് തൊലിയൊക്കെ കറുത്ത പഴമാണെങ്കിൽ നന്നായിരിക്കും. ഇതൊന്ന് നന്നായി ഉടച്ച് ചേർക്കണം. ഒന്നുകിൽ കൈകൊണ്ട് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു തവി വെച്ച് ഇതുപോലെ കുത്തി ഉടച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടി ഈ ഗോതമ്പ് മാവിലേക്ക് ചേർക്കാം. ഈ ചുക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചുക്ക് പൊടിയൊക്കെ ഓപ്ഷനിലാണ്. എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പഴം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര ചൂടാറിയ ശേഷം ഒരു അരിപ്പ വെച്ച് ഇതുപോലെ അരിച്ച് ഇതിലേക്ക് ചേർക്കാം. ഈ ശർക്കരയിൽ നമ്മൾ ഏകദേശം ഒരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ശർക്കര മെൽട്ടായത് മാത്രം മതിയാവും. ഇനി നന്നായി കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതാദ്യം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സായി വന്ന ശേഷം ഇതുപോലെ അടിച്ചടിച്ച് കുഴച്ചെടുക്കണം. ഇങ്ങനെ ബബിൾസ് ഫോം ചെയ്യുന്ന വിധത്തിൽ ബീറ്റ് ചെയ്ത് കുഴക്കണം. എങ്കിൽ മാത്രമേ അത് നല്ല പൊങ്ങി വരുള്ളൂ. ഈ ചായക്കടയിൽ കിട്ടുന്ന ആ ഒരു ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായി അടിച്ച് കുഴച്ചെടുക്കാം. ഇനി ഇത് 1 മണിക്കൂർ നേരം മാറ്റി വെക്കണം. 1 മണിക്കൂറിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ചുട്ടെടുക്കാം. കുറച്ച് കുഴിയുള്ള ചീനച്ചട്ടി ആയാലും മതി. കൈ ഒന്ന് വെള്ളത്തിൽ മുക്കി നനച്ചിട്ട് വേണം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് കൂട്ടെടുത്ത് എണ്ണയിലേക്ക് ഇടാൻ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് എണ്ണയിലേക്ക് വീണോളും. ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇട്ടാൽ മതിയാവും. അങ്ങനെ ആകുമ്പോൾ ഉള്ളു വേവാത്ത പ്രശ്നം ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ പുറം ഭാഗം നല്ല ക്രിസ്പിയായി വരികയും ചെയ്യും. ഇതൊരു റൗണ്ട് ഷേപ്പിൽ വന്നോളും. ഇതിൻ്റെ ഒരു സൈഡ് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമുക്കിതുപോലെ പതുക്കെ എണ്ണ കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. മറിച്ചിടുന്ന സമയത്ത് അങ്ങനെ ആകുമ്പോൾ പൊട്ടിപ്പോവില്ല. ഞാൻ എടുത്തിട്ടുള്ള ശർക്കര നല്ല ബ്രൗൺ കളറായിരുന്നു. അതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് തന്നെ കളറ് ചേഞ്ചായി വരും. ഒരു സൈഡ് നല്ല ബ്രൗൺ കളറാവുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഒരു മീഡിയത്തിലും കുറച്ച് കുറവ് ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളു വേവുള്ളൂ. പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. ഇപ്പോൾ ഞാൻ ഏകദേശം എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കിയിട്ട് 1 മണിക്കൂർ ഉറപ്പായും വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ചായക്കടയിൽ കിട്ടുന്ന അതേ പെർഫെക്റ്റ് ഉണ്ടംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കൂട്ട് തയ്യാറാക്കി അപ്പം തന്നെ ചുട്ടെടുക്കരുത്. ഇപ്പോൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് പല സ്ഥലങ്ങളിൽ പല പേരാണ്. ചില സ്ഥലത്ത് ഉണ്ടക്കായ എന്ന് പറയും, ചില സ്ഥലത്ത് ഉണ്ടംപൊരി എന്ന് പറയും. പേരെന്തായാലും ടേസ്റ്റ് സൂപ്പറാണ്. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടംപൊരി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, നല്ല ക്രിസ്പിയാണ്. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഉറപ്പായും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. പേരെന്താണോ? ഉണ്ടക്കായ്.